ഇത് മലമുകളിൽ നിന്ന് ഐസ് ഉരുകി താഴത്തോട്ട് വരുന്ന വെള്ളമാട്ടോ. ഹലോ, അപ്പോൾ നമ്മളില്ലേ അസർബൈജാനിലാണ് വന്നേക്കുന്നത്. അസർബൈജാനിൽ നമ്മളൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ 7 ബ്യൂട്ടി വാട്ടർഫാൾ. അപ്പോൾ ഇല്ലേ എല്ലാവർക്കും ABC മലയാളത്തിലോട്ട് സ്വാഗതം. വാ. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, തിന്നേക്കണ വേസ്റ്റ് ആരും ഇവിടെ വലിച്ചു വെക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടാണ് അത് കിടക്കുന്നത്. നമുക്ക് ഒത്തിരി സാധ്യതകൾ നമ്മുടെ കേരളത്തിലുണ്ട്, പക്ഷേ അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഇത് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എത്രയധികം വെള്ളച്ചാട്ടം ഉണ്ടാവും ബ്രോ? ഒത്തിരി ഒത്തിരി. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, ഇത് ഒരു റെസ്റ്റോറൻറ്റാണ്. ആ റെസ്റ്റോറൻറ്റ് ഇതിന് ക്രോസ് ആയിട്ടാണ് പണിതിരിക്കുന്നത്, വുഡ് വെച്ചിട്ടുള്ള മനോഹരമായ റെസ്റ്റോറൻറ്റ്. ശരിക്കും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാത്ത രീതിയിലാണ് ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതേ വഴി ഇനിയിപ്പോൾ എത്ര കുത്തൊഴുക്കുള്ള വെള്ളമാണെങ്കിൽ ഇതേ വഴി പോകും. മൊത്തം മരത്തിൻ്റെ വർക്കാട്ടോ. നമ്മളിപ്പോൾ വന്ന ആ ഒരു ചെറിയ റിസോർട്ടിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മൾ അവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും മദ്യം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്തേ. കണ്ടോ, ഹായ്. അതിനാദി നമ്മൾ പേര് ചോദിച്ചതാ. മനോഹരമായിട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ കിട്ടും. നമ്മൾ കണ്ടോ, ഏകദേശം ഒരു പാറടുക്കി കൂടെ വെള്ളം താഴത്തോട്ട് ഇറങ്ങി വന്നൊരു വ്യൂ ആണ്. നോക്ക്, ചെറിയ ഒരു കാഴ്ചയാണ് എങ്കിൽ പോലും ആ ചെറിയ കാഴ്ചയിൽ നിന്ന് നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് വെള്ളത്തിന് തനതായ രീതിയിൽ താഴത്തോട്ട് ഒഴുകി പോവാം, എങ്കിൽ പോലും അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കണ്ടോ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെറിയ ഹട്ടുകൾ, അതായത് വെള്ളച്ചാട്ടത്തിന് അടുത്തിരുന്ന് അവർക്ക് ചായയോ സ്നാക്സോ കോഫിയോ എന്തെങ്കിലും കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ മദ്യവും പബ്ലിക്കൊക്കെ കിട്ടുന്ന സീർട്ട് വലിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മദ്യക്കുടിയും മദ്യപിക്കാം, ആർക്കും ശല്യമില്ലാത്ത രീതിയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളപ്പോൾ അസർബൈജാനിലെ 7 ബ്യൂട്ടി വാട്ടർഫാളിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കാം. അപ്പം നിങ്ങൾ എനിക്ക് പുറകെ കാണുന്നതാണ് നമ്മളീ പറഞ്ഞ ഡെസ്റ്റിനേഷൻ കേട്ടോ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇത്തരത്തിലുള്ള 100ഓളം അല്ലെങ്കിൽ അതിന് മുകളിൽ വെള്ളച്ചാട്ടങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണല്ലോ എന്ന് കരുതാം. പക്ഷേ ഇതിവിടെ ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ വരുന്ന അസർബൈജാനിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാണ്. കാരണം ഇത്തരത്തിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് അതിമനോഹരമായി സ്റ്റെപ്പുകളും അതുപോലെ തന്നെ വഴികളെല്ലാം തയ്യാറാക്കി അവർക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം തയ്യാറാക്കി വെച്ചിരിക്കുക. നമുക്ക് വരുന്ന വഴിക്കെല്ലാം അന്നേരമില്ല, വളരെ നീറ്റായിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചുറ്റും കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി അധികം, ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം ആണെങ്കിൽ പോലും ഒത്തിരി അധികം ആളുകൾ ഇവിടെ വന്ന് ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ വാട്ടർഫാളില്ലേ, ഇത് മലമുകളിൽ നിന്ന് ഐസ് ഉരുകി താഴത്തോട്ട് വരുന്ന വെള്ളമാട്ടോ. ഇത് 7 ബ്യൂട്ടി വാട്ടർഫാൾസ് മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. ഇതൊരെണ്ണം, ഇതിന് താഴെ ഒരെണ്ണം, അതിന് താഴെ ഒരെണ്ണം, മൊത്തം 3 നമുക്ക് കണ്ടേ. ഇനി ബാക്കി എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.